ഇരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് ഉന്നോട് കഠിനമായ ദേഷ്യമില്ല. കാരണം ഇങ്ങനെയൊരു വേദിയെ, ഇങ്ങനെയുള്ള സംരംഭങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒന്നും എനിക്കില്ല. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഈ 20-ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയി എനിക്ക് യാതൊരു പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് ഈ വേദിയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ എത്ര ധന്യനാണ് എന്ന് എനിക്ക് തോന്നിപ്പോയത്. ഇത്രയും എന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഞാൻ സന്തോഷിച്ച നിമിഷങ്ങൾ വളരെ വളരെ വിരളങ്ങളായിരിക്കും. അത്രയും ദൈവ സാന്നിധ്യം, അത്രയും ഗുരുപൂജ, അതാണ് ഇന്നിവിടെ നാം കണ്ടത്, ഇവിടെ കേട്ടത്. ഈ നാട്ടിൽ നിന്ന് പുറത്തുപോയവർക്ക് മാത്രമാണ് ഈ അമ്പലപ്പുഴ എന്താണ് എന്ന് ശരിക്കും മനസ്സിലായിട്ടുള്ളത്. ഈ അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ നീ ഏത് നാട്ടുകാരനാണ്, ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്. നീ ഏത് നാട്ടുകാരനാണ് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ അത് ചോദിക്കുന്നയാളിന്റെ മുഖത്ത് കാണുന്ന ഒരു പ്രത്യേക ഐശ്വര്യവും ഒരു സന്തോഷവും ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. അതാണ് എനിക്ക് ഈ നാടിനോട് ഇത്ര സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇന്ന് ചേട്ടൻ ചേട്ടൻ എന്ന് എത്രയോ പ്രാവശ്യം ഇത്രയും വലിയ ഒരു മഹാമനുഷ്യൻ, ഇത്രയും വലിയ ഒരു സംഗീതജ്ഞൻ ഒരു വാദ്യ ഉപകരണത്തെ അതുപോലെ ഉപവസിച്ച് അതിനെക്കുറിച്ച് എങ്ങനെ അദ്ദേഹം അതിനെ എത്ര സീരിയസ് ആയിട്ട് അതിനെ കണ്ടു, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര അവാർഡുകൾ വാരിക്കൂട്ടാൻ പറ്റിയതും, എന്തുകൊണ്ടാണ് നമ്മളെല്ലാം നാട്ടിൽ വന്ന് ആ ഗുരുക്കന്മാരെ കുറിച്ച് പ്രസംഗിക്കാൻ ഒരു തിരുവിഴ ജയശങ്കർ മാത്രം ഉണ്ടായി പോയത് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് എനിക്ക് അമ്പലപ്പുഴക്കാരോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഒരു പിന്തുടർച്ചക്കാരുണ്ടായില്ല എന്നുള്ളത്. അപ്പോ എത്രയും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഇവരുടെ ഈ പേരും ഇവരുടെ ഈ നാടും, അദ്ദേഹം എവിടെ പോയി സംസാരിച്ചാലും ഈ രണ്ട് സഹോദരന്മാരെ കുറിച്ച്, ശങ്കരനാരായണ പണിക്കരെ കുറിച്ച്, ഗോപാലകൃഷ്ണ പണിക്കരനും കുറിച്ച് തീർച്ചയായും പറയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ശങ്കരനാരായണ കലോത്സവം നടക്കുന്ന അവസരത്തിൽ അവരുടെ പിന്തുടർച്ചക്കാരായ ഒരു നാദസ്വര വിദ്വാൻമാരാരും ഈ നാട്ടിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത് അമ്പലപ്പുഴക്കാരുടെ ഒരു കുറവ് തന്നെയായി ഞാൻ കാണുന്നു. ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് ഞാൻ ഒത്തിരി സാംസ്കാരിക സംഘടനകളുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ നാട്ടിലും എല്ലാ വില്ലേജിനും ഒരു സംഘടനയുണ്ട്. അമ്പലപ്പുഴയ്ക്ക് മാത്രം ഒരു പ്രവാസി സംഘടന ഉണ്ടാക്കാൻ ഒരു അമ്പലപ്പുഴക്കാരനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതും നമ്മുടെ മനസ്സിനെയും നമ്മുടെ നാടിനെയും കുറിച്ചും നമുക്കുണ്ടാകുന്ന, മനസ്സിൽ തോന്നുന്ന ഒരു ദുഃഖമാണ്, അതൊരു വികാരമാണ്. ഈ ശങ്കരനാരായണ കലോത്സവത്തിൽ അടുത്ത പ്രാവശ്യമെങ്കിലും എന്റെ പ്രിയപ്പെട്ട അമ്പലപ്പുഴക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ പിന്തുടർച്ചക്കാരായി ഇതുപോലെയുള്ള ഗുരുക്കന്മാരുടെ കൂടെ ഇവരൊക്കെ നമ്മളെ ഒത്തിരി സഹായിക്കാൻ തയ്യാറുള്ളവരാണ്. തീർച്ചയായിട്ടും ആയിരിക്കും, അത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വ്യക്തമാണ്. അപ്പോ അതുപോലെയുള്ള ഗുരുഭൂതന്മാർ ജീവിച്ചിരിക്കുന്ന ഈ രാജ്യത്ത്, ഈ ലോകത്ത്, ഇന്നലെ ഞാൻ കണ്ടിരുന്നു നമ്മുടെ സോപാന സംഗീതത്തിന് വേണ്ടി ഇവിടുത്തെ സ്ത്രീകൾ നിരന്ന് നിന്ന് പാടുന്നത്. അത് അവര് ഇപ്പൊ കണ്ടുവരുന്ന ഒരു രീതിയുടെ ഭാഗമായി അതിനോടുള്ള ഒരു താല്പര്യം വന്നുകൊണ്ട് അത് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ അമ്പലപ്പുഴയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു വാദ്യ സംഗീതമാണ് നാദസ്വര കച്ചേരി. അമ്പലപ്പുഴ എന്റെ ഒരു 6-7 വയസ്സ് മുതൽ ഞാൻ ഇവിടെ ഈ വടക്കുന്നെല്ലിൽ സേവ നടക്കുമ്പോൾ എന്റെ അച്ഛനുമായിട്ട് വന്ന് ആസ്വദിച്ചിരുന്ന, എന്റെ അച്ഛൻ ഏറ്റവും അധികം ആസ്വദിച്ചിരുന്ന ഒരു കലയാണ് നാദസ്വര കച്ചേരി. അപ്പോ ആ കല ഇന്ന് അമ്പലപ്പുഴയ്ക്ക് അന്യം നിന്ന് പോയി എന്നുള്ളത് ഒരു വലിയ സങ്കടകരമായ കാര്യമാണ്. ഇനിയെങ്കിലും ഇന്ന് നമ്മൾ ഇവിടുത്തെ പ്രതിജ്ഞയെടുക്കണം. ആരെങ്കിലും നിങ്ങളുടെ കൊച്ചുകുട്ടികൾ, അതിന് താല്പര്യമുള്ളവർ ആരെയെങ്കിലും കണ്ടുപിടിച്ച് ഈ സംഗീതകല ഈ നാടിന്റെ ഭാവിയിൽ നമ്മുടെ അടുത്ത 2-3 കൊല്ലങ്ങൾക്കുള്ളിൽ ഇവിടെ തീർച്ചയായിട്ടും അരങ്ങേറ്റം നടക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ സംഘടനകളും ഒത്തുചേർന്ന് ചെയ്യണം. അതാണ് നമുക്ക് അവർക്ക് വേണ്ടി ഉറപ്പിക്കാനുള്ള ഒരു ആദരാഞ്ജലികൾ. അത് വേണം അവരുടെ ജീവിതത്തെ. ഇവിടെ അവരുടെ പേരൊരു എന്തുകൊണ്ടാണ് ഒരു സ്മാരകം ഉണ്ടാകാത്തതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് തിരുവിഴ ജയശങ്കർജിക്ക് ഒരു പത്മശ്രീ കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. ഇത് രണ്ടും എന്റെ മനസ്സിൽ കിടക്കുന്ന വലിയ ചോദ്യചിഹ്നമാണ്. അത് ഈ നാട് ഭരിക്കുന്ന
ഇവിടുത്തെ സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരോട്, അതിന്റെ ചെയർമാൻമാരോട്, അല്ലെങ്കിൽ പ്രസിഡന്റുമാരോട്, സെക്രട്ടറിമാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസരിക്കുന്നു. നന്ദി, നമസ്കാരം.